ഒരു ഗ്ലാസ് ചായ കുടിക്കാം. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചായയും കുടിച്ചോണ്ട് ഉള്ളിയില്ല. ഉപ്പുമാവിനുള്ള ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ചീകിയെടുക്കാം. പഴവും മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കാം അടുപ്പ്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചീകി കഴിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, അപ്പോൾ നമ്മൾ ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനം ഇതിലിട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ വഴണ്ട് വരണം. വഴണ്ട് വന്നാൽ നമുക്ക് റവ ഇടാം. വറുത്ത് വെച്ച റവയാണ്, അതുകൊണ്ട് വറക്കണമെന്നില്ല. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റണം. അപ്പോൾ ഞാൻ തിളയ്ക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സൈഡിലോട്ടൊന്ന് നീക്കി വയ്ക്കാം. റവ ഇട്ട് കൊടുക്കാം. റവ ഇതിലൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം.
എല്ലാം കൂടി ആ എണ്ണയിൽ റവയൊന്ന് വറുത്ത് വെച്ച റവയാണ്, പക്ഷെ എന്നാൽ എണ്ണയ്ക്കകത്തൊന്ന് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിനകത്ത് പച്ചക്കടലയൊക്കെ ഇട്ടാൽ നല്ലതാട്ടോ. കടലയില്ലേ, അതൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഗ്രീൻ പീസ് പച്ച, അതായത് ഉണങ്ങാത്ത ഗ്രീൻ പീസ്. നമ്മളൊരു തമിഴ്നാട്ടിലൊരു കല്യാണത്തിന് പോയി, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ചെന്നപ്പം പിന്നെ ഇങ്ങനത്തെ റവ ഉപ്പുമാവ് രാവിലെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അന്നും കുറേ വർഷം എന്ന് പറഞ്ഞാൽ 10-20 വർഷമായി. അന്ന് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വെള്ളയപ്പം, പുട്ട്, ഇടിയപ്പം, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, പൊറോട്ട, ചിക്കൻ, ഇറച്ചി, പല ഇറച്ചികൾ എല്ലാം ഉണ്ട് രാവിലെ. പക്ഷെ നമ്മൾ ഉപ്പുമാവ് ഉണ്ട്. എന്ത് രസമായിരുന്നു എന്നറിയുമോ? ഞാൻ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടാത്ത ഒരു സാധനമുള്ളൂ. ബീൻസ് അടക്കം ഇട്ടിട്ടുണ്ട്. ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, നെയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ട് അതൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. അന്ന് എല്ലാവരും ഇവിടുന്ന് ഞങ്ങൾ പോയവർ കുറേ പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഉപ്പുമാവ് കഴിച്ചു. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടായിരുന്നു. നെയ്യാണ് അതിൽ ഒഴിച്ചേക്കുന്നത്, വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, നെയ്യ്. അങ്ങനത്തെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച ഒരു ടേസ്റ്റ്. ആ ടേസ്റ്റൊന്നും നമ്മൾ നെയ്യിൽ ഒന്നും ഉണ്ടാക്കിയാലൊന്നും ഇപ്പം ശരിയാവുന്നില്ല. അപ്പോൾ നമ്മളിത് ശരിയായിട്ടുണ്ട്. നമ്മുടെ വെള്ളവും തിളച്ചിട്ടുണ്ട്, കണ്ടോ? ഈ വെള്ളത്തിൻ്റെ തീ കുറയ്ക്കാം. നമുക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കാം കുറേശ്ശെ. ഞാനിങ്ങനെയാണ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുക ചെയ്യുക. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, നോക്കാം ഉപ്പുണ്ടോയെന്ന്. ഉപ്പ് കുറവാണ്, നമുക്കൊരിത്ര ഉപ്പും കൂടി ഇടാം. കുറച്ചൊരു വെള്ളവും കൂടി ഒഴിക്കാം. ഇതൊന്ന് ഉണ്ടോ, സൂപ്പർ ഉപ്പുമാവായി. ഇനി നമുക്ക് ഉണ്ടോ നല്ല ടേസ്റ്റോട് കൂടി വന്നിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.